നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അർജുനെ, നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ പൊതുവേ നമ്മൾ കാലങ്ങളായുള്ള ഒരു ഇത് പരിശോധിച്ചാൽ ആരെയും അങ്ങ് ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ ഞങ്ങൾ കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു തലമുറ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പുതിയ മുഖമായി യുവാക്കൾ ഇങ്ങനെ മുന്നേറി വരുന്നുണ്ട്. ഷാഫി, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇങ്ങനെ കുറേ യുവാക്കളുണ്ട്, യുവ നേതാക്കന്മാർ. യുവജനങ്ങളെ ആകർഷിക്കാൻ അവർ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു പടപ്പുറപ്പാട് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അറിയാമോ? തീർച്ചയായിട്ടും നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 101% തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയാം. പലപ്പോഴും രാഹുലിൻ്റെയും അതോടൊപ്പം തന്നെ ഷാഫിയുടെയും അപക്വമായിട്ടുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് പലപ്പോഴും മാധ്യമങ്ങളായാലും ശരി, പ്രതിപക്ഷമായ അല്ലെ ഈ പറയുന്ന ഇവരെ വിമർശിക്കുന്നവരായിക്കോട്ടെ, അല്ലെ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ളവർ തന്നെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും പറയുന്നതാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആ ഒരു പെട്ടി വിവാദം ഉണ്ടായത്. നമ്മൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു മണ്ഡലത്തിലേക്ക് പോകുമ്പം അവിടെ നമ്മുടെ മീഡിയ ബോർഡ് വെച്ച വാഹനം പോലും അവർ തുറന്ന് അതിനകത്ത് എന്താണ് ക്യാമറയാണെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ജസ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട്, കൂടുതലും CRPF അല്ലെങ്കിൽ CSF ഇവരൊക്കെ ആയിരിക്കും ഉണ്ടാകാറ്. അവർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയ എനിക്കൊക്കെ അനുഭവമുണ്ട്. പല തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, കർണാടക തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോയപ്പോൾ അവിടുന്ന് CSF ആണ് CRPF ആണോ അവർ വാഹനം പരിശോധിക്കുന്ന സമയത്ത് ട്രൈപോഡിൻ്റെ കവർ വരെ അഴിച്ച് അവർ ഓരോന്നായിട്ട് നോക്കി. മൈക്ക് എടുത്തിട്ട് മൈക്കിന് മുമ്പിൽ സ്പോഞ്ച് ഉണ്ടാവുമല്ലോ നമ്മുടെ, ആ സ്പോഞ്ച് പോലും അഴിച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞ സ്ഥിതി ഉണ്ടായിരുന്നു. അത് അവരുടെ സെക്യൂരിറ്റീൻ്റെ ഭാഗമാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ രാജ്യം ഏൽപ്പിച്ചു കൊടുത്തത് ഈ സെക്യൂരിറ്റീൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതവരുടെ പണി അവർ ചെയ്യുന്നു. ആ സമയത്ത് അവിടെ പോയി വലിയ ആളാവാൻ നോക്കിയിട്ട് വലിയ തണ്ട് കാണിക്കുക, നിങ്ങൾ മറ്റേ CPM അടുത്ത് അച്ചാരം മേടിച്ചിട്ട് വന്നത് എന്ന നിലയിലേക്ക്. അവിടെ CPM കാരനാണെങ്കിൽ അവർ പരിശോധിക്കും, കോൺഗ്രസ്സുകാരനാണെങ്കിലും പരിശോധിക്കും, BJP കാരനാണെങ്കിലും പരിശോധിക്കും. ആ ഷോണൊക്കെ വന്നിട്ട് ഷോണിൻ്റെയൊക്കെ വാഹനം പരിശോധിക്കുന്ന സമയത്ത് ഷോൺ ഫോട്ടോ എടുത്തിട്ടുണ്ട്, വാഹനം പരിശോധിക്കും, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തോ സംതിങ് ഉണ്ടായിരുന്നു ഇവരെ സംശയം. ഈ ഷാഫിയും രാഹുലും ഈ കൂട്ടുകെട്ട് അത്തരത്തിലുള്ള ഈ എന്തൊക്കെയോ പരിപാടികൾ നടത്തുകയാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകണം, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്. ഇവരെല്ലാം ചാരി വെക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവരൊക്കെ റീൽസിൽ അടിമപ്പെട്ടു പോകുന്നു എന്ന നിലയിലേക്കാണ് ഇവർ പ്രധാനമായിട്ടും ഈ ഷാഫിക്കെതിരെയും രാഹുലിനെതിരെയും ആരോപണം ഉന്നയിക്കുന്നത്. റീൽസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്ന സമയത്തും ഒരു 10 റീലെങ്കിലും എടുത്തിടുക, അത് ഇവരുടെ ടീമിനെ കൊണ്ട് എഡിറ്റ് ചെയ്യിച്ച് മറ്റേ അഡാർ മ്യൂസിക് ഇട്ട് BGM ഇട്ട് അത് പ്രചരിപ്പിച്ച് അതുവഴി ഒരു 100K വ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു 50K ലൈക്ക് കിട്ടുമ്പം എന്തോ 50,000 വോട്ട് കിട്ടിയ ഒരു പ്രതീതിയാണ് ഇവരെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പം ആ നിലയിലേക്ക് ഇവരുടെ മനസ്സ് പോകുന്നു. അവിടെ റീൽസ് അല്ല പ്രധാനം, അവിടെ പണിയെടുക്കണം, ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കണം എന്നാണ്. നമ്മളിത് പറയുന്ന സമയത്ത് തന്നെ ഈ കോൺഗ്രസ്സുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ആരാണ്? ഉമ്മൻചാണ്ടിയുടെ മകനായിട്ടുള്ള ചാണ്ടി ഉമ്മൻ നിലമ്പൂരിൽ കാണിച്ചു കൂട്ടിയ സംഭവങ്ങൾ നമ്മളെ കൊണ്ട് നല്ല ഒരു മീഡിയ കൊണ്ട് പോലും യഥാർത്ഥത്തിൽ ചാണ്ടീൻ്റെ കൂടെ ഓടിയെത്താൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് ചാണ്ടിയായിട്ട് വളരെ പേഴ്സണലി എനിക്ക് അറിയുന്നതാണ്. ഞാൻ പലപ്പോഴും ചാണ്ടീൻ്റെ കൂടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഈ ചാണ്ടീൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത സ്പീഡാണ്. ചാണ്ടി ഈ മറ്റേ നമ്മുടെ ഭാരത് ജോഡോ യാത്രേനകത്തൊക്കെ നടന്ന മനുഷ്യനാണ്, അന്ന് ചെരുപ്പിടാണ് നടന്ന മനുഷ്യനാണ് ഇത് മൊത്തം. അപ്പോൾ പുള്ളിക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല പവറുണ്ട്. ചാണ്ടി ഒരു മണിക്കൂർ കൊണ്ട് ഇത്ര വീട് കയറി തീർക്കണം എന്ന് പറഞ്ഞാൽ അത്രയും വീട് കയറി തീർക്കും. ചാണ്ടീനെ അവിടെ കാണുന്ന സമയത്ത് തന്നെ ആ വീട്ടുകാർക്ക് സന്തോഷമാവും സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനെ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഗ്രൗണ്ട് ലെവലിൽ ചാണ്ടി രാവിലെ പണി തുടങ്ങുന്നത് എത്ര മണിക്കെന്നറിയോ? രാവിലെ 6 മണി 6:30 പണി തുടങ്ങും. ആ സമയത്ത് ഈ രാഹുലും മറ്റേ ഷാഫിയൊക്കെ ഉറങ്ങി എണീറ്റിട്ട് കൂടെയല്ല, കാരണം രാത്രി മൊത്തം റീൽസ് കണ്ടിരിക്കലാണല്ലോ. അത് കഴിഞ്ഞ് വേറെ പല പരിപാടികളും കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് വേറെ ഇതാവും. അങ്ങനെ ഈ ചാണ്ടി ഇങ്ങനെ വീടുകൾ കയറുകയും ഇത്തരത്തിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി നന്നായി വിയർത്ത് പണിയെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അതിനൊന്നും റീൽസ് ഉണ്ടാക്കി ഇടാൻ വേണ്ടിയിട്ട് ആരുമില്ല. റീൽസ് ഉണ്ടാക്കിയിടൽ ചാണ്ടീനെ പ്രത്യേകിച്ച് താല്പര്യമുള്ള കാര്യമല്ല. പലപ്പോഴും ഞാനൊക്കെ ചില വിഷയങ്ങളിൽ ചാണ്ടീനെ വിളിക്കുന്ന സമയത്ത് അത് നമുക്ക് വാർത്തയാക്കിയാലോ എന്ന് ചോദിച്ച് വിളിക്കുന്ന സമയത്ത് വേണ്ട അർച്ചന എന്ന് പറയാറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. നമ്മളിപ്പോൾ ഭാരത് ലൈവിൽ തന്നെ നമ്മൾ മുമ്പ് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഒരു വാർത്ത നമ്മൾ ചെയ്തത്. അന്ന് ചാണ്ടീനെ വിളിക്കുന്ന സമയത്ത് അർജുന നീ ഇതെങ്ങനെ അറിഞ്ഞേ, അത് വേണ്ട വാർത്തയാക്കേണ്ടതില്ല എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പം അതാണ് ചാണ്ടീൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസിൻ്റെ അകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അകത്ത് കുറഞ്ഞു വരികയാണ്. എല്ലാവരും നേതാക്കളാണ്. ബാക്കി അണികൾ നിലത്തിറങ്ങി പണിയിറക്കട്ടെ, വീടുകൾ കയറട്ടെ, ഗൃഹസമ്പർക്കം നടത്തട്ടെ എന്ന് പറയുന്നത്. ഏതൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആണെങ്കിൽ, അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെയും ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഇറങ്ങി ഗൃഹസമ്പർക്കം നടത്തി അവരുമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്ത് അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ച് അവരുടെ വീട്ടിൽ ഒരാൾക്ക് സുഖമില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് നിന്ന് അവരുടെ വീട്ടിൽ
അല്ലെങ്കിൽ സന്തോഷത്തിൽ നമ്മൾ ഇടപെട്ട് സങ്കടത്തിൽ ഇടപെട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മളെ സംരക്ഷിക്കാൻ ഇവരുണ്ട് എങ്കിൽ ഇവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നാളെ വോട്ട് ചെയ്യാം എന്ന നിലയിലേക്ക് ഏതൊരു സാധാരണക്കാരും ചിന്തിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പം ആ നിലയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഇവർ കൃത്യമായിട്ട് ഇവർ റീൽസിലൂടെ ഹിറ്റ് ഉണ്ടാക്കുക, സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റ് ഉണ്ടാക്കുക എന്ന നിലയിലേക്ക് മാത്രം മാറുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി പിന്നെയും ഗ്രൗണ്ടിൽ പണിയെടുത്തിട്ടുണ്ട്. രാഹുൽ അങ്ങനെ പണിയെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം രാഹുൽ ചാനൽ ചർച്ചകളിലൂടെയാണ് ഫേമസ് ആവുന്നത്. ചാനൽ ചർച്ച അതിന് മുമ്പ് സംഘടനാ പ്രവർത്തനത്തിലുണ്ട്, ചാനൽ ചർച്ചകളിലൂടെയാണ് ഫേമസ് ആവുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് വലിയ രീതിയിലേക്ക് ഒരു ഫാൻസിനെ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ അതിലൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയ വഴിയാണ് ഫാൻസിനെ ഉണ്ടാക്കുന്നതെങ്കിൽ അത് വോട്ടായി മാറുമോ? അല്ല, വോട്ടായി മാറാനുള്ള സാഹചര്യമൊക്കെ ഭയങ്കര കുറവാണ്. നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ലക്ഷക്കണക്കിന് ഫാൻസുള്ള ആൾക്കാർ അവിടെ വന്ന് ഇലക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം മിയ ജോർജിന് എത്രയാ 10 മില്യനോ അത്രയും കണ്ട് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉണ്ട്. മിയ ജോർജിനെ അവിടെ കോട്ടയത്ത് കൊണ്ടേ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ജയിക്കണമെന്നുണ്ടോ? ഇല്ല, ഒരു തരത്തിലും ഇല്ല. അപ്പം അതൊന്നും അല്ല അവിടുത്തെ പ്രധാനം. അവൾ ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചാൽ അതിൻ്റെ വിയർപ്പിൻ്റെ അംശം നമ്മൾ മാറ്റുക എന്ന നിലയിലേക്കാണ് പോകുന്നത്. ചേച്ചി ഇത് പറഞ്ഞ സമയത്ത് തന്നെ ഒരു കാര്യം കൂടെ കൂട്ടി നമുക്ക് വായിക്കാതിരിക്കാൻ വയ്യ. ശശി തരൂരിൻ്റെ കാര്യം. ശശി തരൂർ ഇതേപോലെ തന്നെയാണ്. ശശി തരൂരിനെ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ശശി തരൂർ രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്, പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ശശി തരൂരിനെ ഇങ്ങനെ ഇവിടെ നിന്നെല്ലാം കൂടെ പുറച്ചു കാണിക്കാം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാതിരിക്കാൻ വേണ്ടി. മുൻപുള്ള പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സുകാരും തിരുവനന്തപുരത്തുകാരും കണ്ടത് തന്നെയാണ്. ചേച്ചിക്ക് നാട്ടുകാരാണല്ലോ, ചേച്ചിക്ക് നന്നായിട്ട് അറിയുന്നതാണല്ലോ. അപ്പം ഈ ശശി തരൂരിനെ എങ്ങനെയെങ്കിലും പുറത്തേ അടിക്കണം. ഇപ്പോൾ ശശി തരൂരിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിലുണ്ട്, കോൺഗ്രസ് ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, BJPക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. എന്താ പറയുക, അമ്മാത്തുള്ള അങ്ങനത്തെ ഒരു ആ അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും ശശി തരൂരിനെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് പറയാൻ വേണ്ടി നമുക്ക് പ്രവചനാതീതമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അപ്പോൾ ശശി തരൂർ സ്വമേധയാ റിസൈൻ ചെയ്ത് കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സാധ്യത ഒരു 0.1% പോലും ഞാൻ കാണുന്നില്ല. ശശി തരൂരിൻ്റെ ഹൈക്കമാൻഡ് പുറത്താക്കുന്ന നിലയിലേക്ക് പോകുക എന്നുള്ളതാണ് ശശി തരൂർ ആഗ്രഹിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് തരൂരിന് BJPയിലൊരു സ്പേസ് കിട്ടുള്ളൂ എന്ന നിലയിലേക്ക് ഞാൻ കാണുകയാണ് അതിനെ. മാത്രമല്ല ഈ BJPയിലെ സംബന്ധിച്ചിടത്തോളം BJPയിലെ ശശി തരൂർ വരുന്നതിനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്. പലപ്പോഴും ശശി തരൂരിൻ്റെ മുൻകാലത്തെ പ്രസ്താവനകൾ പലപ്പോഴും BJPയുടെ നേതൃത്വത്തെ മാത്രമല്ല RSSനെയൊക്കെ കൃത്യമായി അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായിട്ടുണ്ട്. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരെയോ അല്ലെങ്കിൽ മോദിക്കെതിരെയോ പറയുന്നത് അവർ വലിയ സംഭവമായിട്ട് കരുതാറില്ല. പക്ഷേ RSSനെയും RSS നേതൃത്വത്തെയും കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ BJPയിലേക്ക് ആളുകൾ എത്തുന്നതിനെ അവരത്രത്തോളം സ്വാഗതം ചെയ്യാറില്ല എന്നുള്ളതാണ് BJP RSSന്റെ ഒരു. സ്വാഭാവികമായിട്ടും മറ്റൊരു ചേരിയിൽ നിൽക്കുമ്പോൾ RSSനെയും BJPയെയും വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? പക്ഷേ ചില കാര്യങ്ങൾ, ചില ആളുകളുടെ പ്രതികരണങ്ങൾ അവർ അതിനകത്ത് ക്ഷമാപണം നടത്തി കഴിഞ്ഞാലേ സ്വീകരിക്കുള്ളൂ എന്ന നിലപാട് പലപ്പോഴും BJP സ്വീകരിക്കാറുണ്ട്. പക്ഷേ ശശി തരൂരിന്റെ പല നിലപാടുകളും ദേശീയതയിലാണ്, ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം മോദി നമ്മുടെ പെഹൽഗാം ഡെലിഗേറ്റ്സിനൊപ്പം എന്താ പറയുക US ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തരൂരിൻ്റെ ഒരു ടീമിനെ ഏൽപ്പിച്ചത്. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എന്താ പുട്ടിനെ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പേഴ്സണൽ മീറ്റ് നടത്താൻ വേണ്ടിയിട്ട് തരൂരിൻ്റെ ടീമിനെയാണ് വിട്ടേക്കുന്നത്. അതും ഇന്ത്യയുടെ നയതന്ത്ര സംഘമായിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് ഈ പറയുന്ന റഷ്യയിലേക്ക് നമുക്ക് S-400 ഉൾപ്പെടെ നമ്മൾക്ക് പാൽക്കാൻ അറ്റാക്കിന് തിരിച്ചടി കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് നല്ല സംവിധാനങ്ങൾ തന്നിട്ടുള്ള ഈ മിസൈൽ പ്രതിരോധ സംവിധാനം തന്നിട്ടുള്ള റഷ്യക്ക് നേരിട്ട് പോയി ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഹോട്ട്ലൈനിലൂടെ അവർക്ക് വേണമെങ്കിൽ സന്ദേശം കൈമാറാം. ഒരു പ്രധാനമന്ത്രിക്ക് മറ്റൊരു പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് കൈമാറുന്നതിന് ഒരു കുഴപ്പമില്ല. ആ സന്ദേശം കൈമാറാൻ ഒരുപാട് രഹസ്യ സംവിധാനങ്ങളുണ്ടെന്നാണ്. പക്ഷേ ഈ ഹോട്ട്ലൈനുകളൊന്നും ഉപയോഗിക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തനിക്ക് ഏറ്റവും വിശ്വസ്തനാണ് എന്ന് നമുക്ക് തോന്നുന്ന യോഗ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു സന്ദേശം കൊടുത്തുവിടുകയാണ് പുട്ടിന് കൊടുക്കാൻ പറഞ്ഞ്. ആ സന്ദേശം അവിടെ കൈമാറുന്നു. അതിനുശേഷം മറ്റൊരു വിദേശ രാഷ്ട്രത്തിലേക്ക് ഈ തുർക്കി നമുക്ക് പണി തരാൻ വേണ്ടി പാകിസ്ഥാനോടൊപ്പം ചേർന്നിട്ടുള്ള തുർക്കിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പണിയും കൂടെ മോദി ഏൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ പ്രിയപ്പെട്ടവരാണ് നരേന്ദ്രമോദിക്ക് ഇപ്പം ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി മോദി ഒരാളെ വല്ലാതെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കൂടെ നിർത്തുക എന്നുള്ളൊരു നില എപ്പോഴും സ്വീകരിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഒരു തോന്നൽ വെച്ച് ഒന്നെങ്കിൽ ഒരു ക്യാബിനറ്റിലേക്കൊക്കെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തായിട്ട് അതുക്കും മേലെ എന്തോ ഒരു പോസ്റ്റ്
ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയിലേക്ക് അവിടെ ഒരു ഒതുക്കാതെ അതിനപ്പുറത്തായിട്ട് ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന നിലയിലേക്ക് പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലേക്ക് അതിനപ്പുറത്തുള്ള എന്തോ ഒരു പോസ്റ്റ് ശശി തരൂരിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി കാത്തു വെച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അത് പൊളിറ്റിക്സിന്റെ അപ്പുറത്തായിട്ട് മറ്റെന്തോ ഒരു സാധനം കാത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓർമ്മ വന്ന ഒരു കാര്യം പറയാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും കോൺഗ്രസിൻ്റെ മുഖമായിരിക്കുന്നവർ വിദേശ സന്ദർശന വേളകളിൽ ഇന്ത്യക്ക് നാണക്കേടാവും എന്നത് ഓർക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ പല പ്രസ്താവനകളും പല അവസരങ്ങളിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായി ശശി തരൂർ എന്നും ദേശീയത വിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും അത് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് കൂട്ടി പറയേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാൻ ചേച്ചി, ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന ഒരു ചുമതലയിലേക്ക് ശശി തരൂർ വരുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷേ അതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു പൊസിഷനിലേക്ക്, ഭാരതത്തിൻ്റെ ഒരു നയതന്ത്ര പൊസിഷനിലേക്ക് തന്നെ ശശി തരൂർ അധികം വൈകാതെ വരും. പക്ഷേ അത് വരുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കോൺഗ്രസ്സുകാർ ഇപ്പുറത്തെ ചെയ്യണം, ശശി തരൂരിനെ ഇപ്പുറത്തുനിന്ന് പുറത്താക്കണം. അത് പുറത്താക്കാൻ വേണ്ടിയാണ് ശശി തരൂർ കാത്തിരിക്കുന്നത്. എന്തായാലും തരൂർ സ്വമേധയാ റിസൈൻ ചെയ്ത് പോകുമെന്ന് അപ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കണ്ട. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനെ വേണ്ടായിരിക്കാം, എന്നാൽ പോലും അപ്പുറത്ത് പോയാൽ ഇവൻ രക്ഷപ്പെടുവോ, എന്നാ പിന്നെ പുറത്താക്കി അവിടെ സൈഡിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ്.